സോ യെസ്, എല്ലാവർക്കും അറിയുന്ന പോലെ ഫ്ലിപ്കാർട്ട് ആൻഡ് ആമസോണിൽ ഇപ്പോൾ ഫ്രീഡം സെയിൽ നടക്കുന്നുണ്ട്. അതിൽ കുറച്ച് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് വേർത്ത് ആണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അതേപോലെ എൻഡ് ഓഫ് ദ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പും കൂടെ ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോ ഫുള്ള് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. അതേപോലെ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾക്ക് യൂട്യൂബ് ഹാൻഡിലും കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഹാൻഡിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് വെച്ചോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സോ ഇതേ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഗ്രേറ്റ് ഫ്രീഡം സെയിലിന്റെ ബാനറാണ് കാണിക്കുന്നത്. 12GB പ്ലസ് 256 94,000 പ്രൈസ് റേഞ്ച് വരുന്നത്. XM6 സോണിന്റെ ഹെഡ്ഫോൺ നിങ്ങളൊരു ഓവർ ദ ഹെഡ് ഹെഡ്ഫോൺസ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പിക്ക് ആയിരിക്കും. ആപ്പിളിന്റെ SC3 ആണ്, GPS സെല്ലുലാറും വരുന്ന 45mm. ഈ ഒരു സൗണ്ട് ബാർക്ക് നല്ല ഒരു പിക്കായിട്ട് തോന്നി. പിന്നെ നോർമൽ TWSന്റെ കേസ് നോക്കുന്ന സമയത്ത് ഇത് 5,000 പ്രൈസ് റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 4,000, അതായത് 3,999 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇത് നല്ലൊരു പിക്കായിട്ട് എനിക്ക് തോന്നി. ലെനോവോന്റെ ഐഡിയ പാഡ് മിഡ് റേഞ്ച് ഒന്നുമല്ല, നിങ്ങൾ നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു വിൻഡോസ് ലാപ്പ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു പിക്കായിരിക്കും. ലെനോവോന്റെ ഐഡിയ പാഡ് സ്ലിം 3 എന്ന് പറയുന്നത് ഇന്റൽ കോർ പ്രോസസ്സറാണ് വരുന്നത്. പിന്നെ സാംസങ് ഗാലക്സിന്റെ വാച്ച് 8 ഉണ്ട്. 24,000 ആണ് ഈ പ്രൈസ് റേഞ്ച്. നിങ്ങൾ വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ TWS നോക്കുന്നുണ്ടെങ്കിൽ OnePlus Nord Buds 3R TWS വരുന്നുണ്ട്. ഈ കാട്ടിൽ ഞാൻ കുറച്ച് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ആയിട്ട് തുടക്കത്തിൽ തന്നെ ഇവിടെ സാംസങ്ങിന്റെ S25 കാണിക്കുന്നുണ്ട്. S25 അത് 69,999 കൊടുത്തിട്ടുള്ളത്. ലോഞ്ച് ആയത് 99,999 ആയതിൽ എന്റെ സ്പെക്ക് പറയുന്നത് 256 റോമും 12GB റാമും ആണെന്ന് ഞാൻ എന്റെ പേഴ്സണൽ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് ഈ ഒരു ചെയർ. ഇത് അവിടെ ആമസോണിലും ഏകദേശം ഒരേ പ്രൈസിലാണ് വന്നിട്ടുള്ളത്. പിന്നെ മോട്ടോറോളന്റെ ഒരു മോട്ടോ ബുക്ക് വന്നിട്ടുണ്ട്. മോട്ടോറോള എഡ്ജ് 70 ഫ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പിക്കാണ്. LGന്റെ ഒരു TV 55 ഇഞ്ചിന്റെ ഒരു TV നല്ലൊരു പ്രൈസ് റേഞ്ചിലേക്ക് തോന്നിയത് നല്ലതാണെന്ന്. പവർ ബാങ്ക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വയർലെസ് നോക്കുന്നുണ്ടെങ്കിൽ ആംബ്രൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഈ ഒരു പവർ ബാങ്ക് അത്യാവശ്യം നല്ലതാണ്. ഇത്രയും പ്രൊഡക്ട്സ് ആണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോന്റെ എൻഡിൽ ഞാൻ പറയാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുള്ള ഒരു ടിപ്പ്, അവർ ഈ ഓഫറിന്റെ മുന്നേ ആയിട്ട് ഈ ഒരു പ്രൈസ് ഭയങ്കരമായിട്ട് കയറ്റിയിടും, എന്നിട്ട് പിന്നെ അത് കുറയ്ക്കാം, എന്നാലേ അവർക്ക് ആ ഒരു പ്രൈസ് ഡിഫറൻസ് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പ്രൈസ് ചെക്ക് ചെയ്യുന്ന ഒരു വെബ് ആപ്പ് ഉണ്ട്, മീൻസ് ഒരു ആപ്ലിക്കേഷൻ. ഞാൻ ഓൾറെഡി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റീൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അതിലും കൂടെ ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൈസ് ഡിഫറൻസ് ഓക്കെ ആണ്, ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ മേടിക്കുന്നത് ഇപ്പോൾ വേർത്താണ് തോന്നുകയാണെങ്കിൽ ആ ഫോം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളെ കാശ് സേവ് ചെയ്യാൻ പറ്റും. സോ അതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് വെച്ചു. ഇപ്പൊ ഞാൻ ഈ സാംസങ് S25 അൾട്രേന്റെ ലിങ്ക് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ പ്രൈസ് കമ്പയർ ചെയ്യുന്ന ഈ ഒരു സൈറ്റിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഹിസ്റ്ററി ഇവിടെ ചെക്ക് ചെയ്യും. ലോവസ്റ്റ് പോയിട്ടുള്ളത് 84,000. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ 85,000 ആ പ്രൈസ് റേഞ്ചിലാണെന്നുള്ളത്. ബാക്കിയൊക്കെ അതേപോലെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പ്രൈസ് ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്ത പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ബയോയില് വെബ്സൈറ്റിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ചെക്കൗട്ട് ചെയ്ത് നോക്കി ഈ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഈ ഒരു ഓഫർ സീസണിൽ നിങ്ങളുടെ പിക്ക് എന്താണെന്നുള്ളത്, ഗ്രാബിറ്റ് ഓഫർ എന്താണ് നിങ്ങൾക്ക് തോന്നിയെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക. അതേപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരിക്കും ബൈ.